Praise the Lord. And I love Kerala. കേരളത്തെ ഞാൻ സ്നേഹിക്കുന്നു. I love food of Kerala. കേരളത്തിലെ ഭക്ഷണവും എനിക്കിഷ്ടമാണ്. And today I had fish curry and beef and duck curry and chicken curry and uttama. ഉപ്പുമാവ്. And I had chutney, sambar and vegetables, and pastors are feeding me so much curry. And they are giving me nariyal pani in every 5 minutes. Amen. നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ, നമ്മുടെ കേരളത്തിലെ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ഇന്ന് പകലും താൻ ഭക്ഷിച്ചു സന്തോഷമായിരിക്കുന്നു. We go to abroad, we eat burger. Amen. We go to Africa, we eat African food. We come to South India, we eat fish curry. Praise God, because our God is a good God. ആമേൻ. അമേരിക്കയിൽ ചെല്ലുമ്പോൾ, വിദേശത്ത് ചെല്ലുമ്പോൾ ബർഗർ കഴിക്കാറുണ്ട്, ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ ആഫ്രിക്കൻ ഫുഡ് കഴിക്കാറുണ്ട്, പല രാജ്യങ്ങളിൽ പല ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ദൈവം യേശുക്രിസ്തുവിൻ കൂടെ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. As pastor has said that my name is Abhishek. എൻ്റെ പേര് അഭിഷേക് എന്ന് പാസ്റ്റർ പറഞ്ഞുവല്ലോ. And that name was given to my mom and dad when I was in my mom's womb. ആമേൻ. എൻ്റെ മാതാവിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോഴാണ് അഭിഷേക് എന്ന പേര് എൻ്റെ മാതാപിതാക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. And one of the prophet from South India, Kerala, he gave a call to my father. ആമേൻ. സൗത്ത് ഇന്ത്യയിലുള്ളതായ ഒരു പ്രവാചകനായ ദൈവദാസൻ എൻ്റെ പിതാവിനെ വിളിച്ചു. And he said, Pastor Benjamin, this is so and so. ആമേൻ. പാസ്റ്റർ ബെഞ്ചമിൻ, ഇത് ഞാനാണ്. I want you, God is putting in my heart to give your son name Ashish. ആമേൻ. നിന്റെ മകന്റെ പേര് ആശിഷ് എന്നാകണം എന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. Meaning of Ashish is blessing. ആശിഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനുഗ്രഹം എന്നാണ്. My dad said to that prophet, ആമേൻ. പ്രവാചകനോട് എൻ്റെ പിതാവ് പറഞ്ഞു, God has told me to give him name Abhishek, and I will give the name, he will be called by the name Abhishek itself. ആമേൻ. ദൈവം എൻ്റെ പിതാവ് പറഞ്ഞു, ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത് എൻ്റെ മകൻ അഭിഷേക് എന്ന പേർ നൽകുവാനാണ്, അങ്ങനെ തന്നെ അദ്ദേഹത്തെ വിളിക്കുവാനുമാണ് എനിക്ക് ആഗ്രഹം. Praise God. Praise the Lord. If I would have been Ashish, then I would have become a blessing, but now I am Abhishek, so I can become a disaster anointing for you. ആമേൻ. ആമേൻ. എൻ്റെ പേര് ആശിഷ് എന്നിട്ടിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ കഴിയുമായിരുന്നു. എന്നാൽ എൻ്റെ പേര് അഭിഷേക് എന്നിട്ടതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു അഭിഷേകവുമായി കടന്നു വന്നിരിക്കുകയാണ്. Hallelujah. You know, you all are looking so serious. ആമേൻ. നിങ്ങൾ വളരെ ഗൗരവത്തോടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. I was asking the pastor, how many born again believers are here? ആമേൻ. ഞാൻ പാസ്റ്ററോട് ചോദിക്കുകയായിരുന്നു, വീണ്ടും ജന്മം പ്രാപിച്ച എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ടാവും? And he said 99% born again believers. ആമേൻ. വീണ്ടും ജന്മം പ്രാപിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന 99% ആളുകളും എന്നാണ് ഞാൻ അറിയുന്നത്. I can see hardly some of them are happy. ആമേൻ. പക്ഷേ നിങ്ങളുടെ മുഖത്ത് അതിന്റെ സന്തോഷം കാണുന്നില്ല. Can you give me a beautiful smile this evening? ആമേൻ. നന്നായിട്ടൊന്ന് പുഞ്ചിരിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? No, I'm not saying wave your hand. No, I'm not saying to wave your hand. I'm saying give me a smile. ആമേൻ. കരം ഉയർത്താനല്ല ഞാൻ ആവശ്യപ്പെട്ടത്, നന്നായിട്ട് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചേ. That's beautiful. Praise the Lord. നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് ചിരിക്കാൻ അറിയാം. Always be like this. അങ്ങനെ തന്നെ ആയിരിക്കണം പ്രസംഗം തീരുന്നിടം വരെയെങ്കിലും. The Mavelikira will be on fire. ആമേൻ. മാവേലിക്കരയിൽ ആത്മാവിന്റെ അഗ്നി കത്തും. Everybody will become a Christian. ആമേൻ. അങ്ങനെ ഈ സന്തോഷത്തിന്റെ ആത്മാവ് ജനം മനസ്സിലാക്കി എല്ലാവരും ക്രിസ്തുവിനെ സ്നേഹിപ്പാനിടയാകും. When you smile, you give a hope to a person. നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളെ കാണുന്ന വ്യക്തിക്ക് ഒരു പ്രതീക്ഷ നിങ്ങൾ ദാനം നൽകുകയാണ്. I was also a born again believer. ഞാനും ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ദൈവപൈതലാണ്. And I used to have a long face. എനിക്കും ഒരു നീണ്ട മുഖം ഉള്ളതാവാം. But when my nephew, his name is Joshua, is 2 years old, when he came to me, and he always used to give me a smile. ആമേൻ. 2 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ നെഫ്യൂ ജോഷുവ എൻ്റെ അടുത്ത് വരുമ്പോഴെല്ലാം നന്നായി ചിരിക്കുമായിരുന്നു. Even when he was sleeping, he gives smile. ആമേൻ. താൻ ആ പൈതൽ ഉറങ്ങുമ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. And I said, that makes me so happy when I see my nephew that he's smiling. ആമേൻ. എൻ്റെ ആ നെഫ്യൂ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അനന്തരം ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. That means when you will smile and you will be happy, that will make God so happy. Hallelujah. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന നാം ചിരിച്ചുകൊണ്ട് സന്തോഷമായിരിക്കുമ്പോൾ ദൈവത്തിനും എത്രയോ സന്തോഷമായിരിക്കും. He has not given his son like this only, but he has paid the price for your salvation.
ആമേൻ. യേശു ക്രിസ്തുവിനെ മാത്രമല്ല നമുക്ക് വേണ്ടി നൽകി തന്നത്, താൻ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായ മുഴുവനും ദൈവം നൽകി തന്നു. We should always be happy. Hallelujah. അവൻ നമുക്ക് വേണ്ടി അത് നൽകിയത് നാം സന്തോഷമായിരിക്കാനാണ്. So may God shine forth over your life, and may you and your descendant increase forever. നിങ്ങളിൽ കർത്താവിന്റെ നാമം പ്രകാശിക്കപ്പെടട്ടെ. നിങ്ങളും നിങ്ങളുടെ തലമുറകളും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഇടവരട്ടെ. Thank you, Pastor Verghese and the team, for your warm invitation. May God bless you. പാസ്റ്റർ വർഗീസിനും ടീമിനും എനിക്ക് നൽകിയ ആതിഥ്യ മര്യാദകൾക്കും ക്ഷണത്തിനും നന്ദി പറയുന്നു. When I started, there was no, green signal from the Holy Spirit, but now He has given me a green signal. ആമേൻ. ഈ മീറ്റിംഗ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ എനിക്കൊരു ഗ്രീൻ സിഗ്നൽ കിട്ടിയില്ല ആത്മാവിൽ നിന്നും. ഇപ്പോൾ അത് So ലഭിച്ചിരിക്കുകയാണ്. right now the presence of God is covering this place. ഇവിടെ ദൈവ സാന്നിധ്യം ചലിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. And the anointing of the Lord is moving from here now. അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ നിന്ന് വ്യാപരിക്കുന്ന എനിക്ക് തിരിച്ചറിയുവാൻ And കഴിയുന്നു. as I am praying right now, the touch of the Holy Spirit will come over your ഞാൻ life. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയായിരുന്നാലും ആത്മസ്പർശനം We are വെളിപ്പെടും. sitting under the open heavens tonight, നാം ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത് തുറന്ന സ്വർഗത്തിന് where കീഴിലാണ്. God of Abraham, Isaac will not disappoint you. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മെ നിരാശയിൽ വിടുന്നവനല്ല. No matter what is your situation tonight, ഇന്ന് രാത്രി നിന്റെ സാഹചര്യം എന്തും ആവട്ടെ, I am here to tell you, on the second day with God all things are possible. ഈ രണ്ടാം Hallelujah. രാത്രി എനിക്ക് പറയുവാനുള്ള ദൈവത്താൽ സകലവും സാധ്യം. I am here to tell you, people of God, only with God and only with God all things are possible. ദൈവജനമേ, Hallelujah. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, ദൈവത്താൽ മാത്രം എല്ലാം സാധ്യമാണ്. Tonight, if your things have turned to ashes, but God can rebuild your career, God can rebuild your life, God can rebuild your ministry. Hallelujah. Because with Jesus all things are possible. നിങ്ങളുടെ തകർന്നടിഞ്ഞ കുടുംബ ജീവിതമോ ഭൗതിക ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലകളോ ശുശ്രൂഷാ നിലവാരങ്ങളോ ഒക്കെയായിട്ടാവാം ഈ രാത്രി വന്നിരിക്കുന്നത്. പക്ഷേ അത് പണിയുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു യേശു ക്രിസ്തു ഇവിടെയുണ്ട്. Last night I shared that God's plan never failed. ഞാൻ കഴിഞ്ഞ രാത്രി നിങ്ങളുമായി പങ്കുവെച്ച വിഷയം, ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും വൃഥാവാവുകയില്ല. Hallelujah. ഹല്ലേലൂയ. How many of you believe that the plan of God for you will never fail? എത്ര പേർ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും വൃഥാവാവുകയില്ല? ഹല്ലേലൂയ. God's plan will never fail. ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും വ്യർത്ഥമാവുകയില്ല. We spoke about the life of Joseph and how God took him from nothing. God made him something. അവൻ ഒന്നുമില്ലായ്മയിൽ നിന്നും യോസേഫിനെ ദൈവം ചിലതൊക്കെ ആക്കി തീർത്തത് നാം കഴിഞ്ഞ ദിവസം ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. This morning I shared about the first thing, when anointing comes, what happened? അഭിഷേകം ഒരുവനിൽ വെളിപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് രാവിലെ ഞാൻ നിങ്ങളുമായി പങ്കിട്ടത്. The message was how when David was being anointed by the Lord, there comes a supernatural increase in his life. ദാവീദിന്റെ ജീവിതത്തിൽ ഈ അഭിഷേകം വ്യാപരിക്കപ്പെട്ടപ്പോൾ പ്രകൃതിയാതീതമായ ഒരു വർധനവ് തന്റെ ജീവിതത്തിൽ ഉണ്ടായി. An anointed man need not to go to the opportunity, but the opportunity will come to the anointed man. അഭിഷക്തൻ അവസരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടവനല്ല, അവസരം അവനെ തേടി വരികയാണ്. An anointed man need not to beg for anything, but the things will beg before him. അഭിഷേകം ഉള്ളവൻ അവൻ കാര്യങ്ങളുടെ പുറകെ പോകുന്നവനല്ല, അഭിഷേകം ഉള്ളവന്റെ പുറകെ കാര്യങ്ങൾ കടന്നു വരികയാണ്. When an anointed man move in a death situation, there is a resurrection. ആമേൻ. ഒരു മരണകരമായ സാഹചര്യത്തിലൂടെ അഭിഷക്തൻ നടന്നു നീങ്ങിയാൽ പുനരുത്ഥാനം ഉണ്ടാകും. In a territory where there is a fear and a terror, but there is a big change that comes, and suddenly there is no fear, no terror, but there is a great joy that comes in that atmosphere. പരിഭ്രമവും അസന്തുഷ്ടിയുമുള്ള സ്ഥാനത്തൂടെ ദൈവത്തിന്റെ അഭിഷക്തൻ നടകൊണ്ടാൽ അവിടെ സന്തോഷവും ദൈവകൃപയും വെളിപ്പെടുവാനിടയാകും. We saw how David went and faced Goliath, and there was a terror, there was fear. But when he went, there was a different atmosphere that changed. The atmosphere got changed, and people started rejoicing and praising God. അഭിഷക്തനായ ദാവീദ് പരിഭ്രമവും വിറയലും പിടിച്ച് ഇസ്രായേലിന്റെ നടുവിലൂടെ ആമേൻ ഗോലിയാത്തിനെ അഭിമുഖീകരിച്ചപ്പോൾ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. പരിഭ്രമം പിടിച്ച ജനം സന്തോഷിക്കുവാനും ആർക്കുവാനും തുടങ്ങി. This evening I would like to share about something that is very interesting. വളരെ രസകരമായ ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുന്നത്. Something that is very interesting. വളരെ രസകരമായ ചില വസ്തുതകൾ. That nothing. ഒന്നുമില്ലാത്തത്. Nothing. ഒന്നുമില്ല. Nothing. ഒന്നുമില്ല. Is impossible with God. Hallelujah. അസാധ്യമായത് ദൈവത്തിന് ഒന്നുമില്ല. Nothing is impossible with God. Hallelujah. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. We serve a great God. നാം സേവിക്കുന്ന ഒരു വലിയ ദൈവത്തെയാണ്. And nothing is impossible with him. Hallelujah. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. When Jesus walked into the tomb and Jesus walked into the funeral,
യേശു ക്രിസ്തു ആമേൻ കല്ലറകളിലൂടെ നടന്നപ്പോൾ, സംസ്കാര വേളകളിലൂടെ നടന്നപ്പോൾ, when he walked and he spoke to the dead man came out of the tomb. നമുക്കറിയാം കല്ലറയിൽ നിന്നും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. That shows that nothing is impossible with our അതുകൊണ്ട് God. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് No ഒന്നുമേ ഇല്ല. man on earth can resurrect a dead person. മരിച്ചവരെ ഉയർത്തിപ്പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. No man on earth can resurrect a dead person. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഉലകത്തിലില്ല. But I have a news for you. God can resurrect dead. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോടൊരു സന്ദേശമുണ്ട്. എന്റെ ദൈവത്തിന് അത് സാധ്യ. Tonight, if you are thinking that all things have vanished from your life, all things are destroyed, I want to tell you, with God you can be more than a conqueror. Hallelujah. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതവും തകർന്നടിഞ്ഞൊരു കൂമ്പാരം പോലെ ആയിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പറയട്ടെ, അതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകുവാനാണ് ദൈവം ഇവിടെയുണ്ട്. Let's turn our Bible to 1 Samuel chapter 30 and we will find an interesting story there. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ നാം ഒരു രസകരമായ സംഭവം കാണുവാൻ കഴിയുന്നു. I will be talking about how David turned his defeat into triumph. ആമേൻ. ജീവിതത്തിന്റെ പരാജയം ദാവീദ് എങ്ങനെയാണ് ജയമാക്കി തീർത്തതെന്ന് ഞാൻ സംസാരിക്കുന്നു. This particular message you can find at the stall, the same message that I am sharing here. You can go and listen it and memorize it, and God will definitely strengthen you. ആമേൻ. എന്റെ കാസറ്റിലും ഇതേ മെസ്സേജ് തന്നെ നിങ്ങൾ കേൾക്കുവാൻ കഴിയും. ഇത് ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെ ദൈവ അനുഗ്രഹം നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും. Here the Bible says the anointed man of God David is finding himself in a problem. ആമേൻ. അഭിഷിക്തനായ ദാവീദ് ഒരു പ്രശ്നത്തിന്റെ നടുവിലായിരിക്കുകയാണ്. We saw that how God anointed David and he became very famous. ആമേൻ. ദൈവത്താൽ അഭിഷേകിക്കപ്പെട്ട ദാവീദ് പ്രസിദ്ധനായി തീർന്നു. When he faced the bear, he killed the bear. When he faced the lion, he killed the lion. When he faced the Goliath, he killed the Goliath, and he became a world famous man. കരടിയെയും സിംഹത്തെയും ഗോലിയാത്തിനെയും കൊന്നതിലൂടെ ലോക പ്രസിദ്ധനായി തീർന്ന ദാവീദ്. And the Bible says not only became he a world famous man, but this man was known after God's own heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുകൂടി ദാവീദിനെ അറിയപ്പെടുവാൻ ഇടയായി. The Bible talks about David and talks about his success. ദാവീദിന്റെ ജയത്തെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും വേദപുസ്തകം ധാരാളം പറയുന്നു. No man in the Bible became as famous as David at the age of 17. 17 വയസ്സ് പ്രായമുള്ളപ്പോൾ ദാവീദിനോളം പ്രശസ്തി ആർജിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. Listen this very carefully. വളരെ ശ്രദ്ധിക്കുക. Listen this very carefully. വളരെ ശ്രദ്ധിക്കുക. At the age of 17. 17-ാം വയസ്സിൽ. At the age of 17. 17-ാം വയസ്സിൽ David became a world famous person, a national hero at the age of 17. 17-ാമത്തെ വയസ്സിൽ രാജ്യത്തെ ഒരു വീര ചക്രം പണിയുവാൻ ദാവീദിന് കഴിഞ്ഞു. When he faced the Goliath, he was just a teenager. He went and everybody in that nation was talking, Saul has killed 1,000, David has killed tens of thousands. ഗോലിയാത്തിനെ കൊന്നതോടുകൂടെ ആളുകൾ എല്ലാവരും ഒരുപോലെ പാടുവാൻ തുടങ്ങി. ശൗൽ 1000-ത്തെ കൊന്നു, ദാവീദ് 10,000-ത്തെ കൊന്നു. I want to tell you, people of God, ദൈവജനമേ, ഇന്ന് രാത്രി ഞാൻ when പറയട്ടെ, that anointing will come, അഭിഷേകം വരുമ്പോൾ, anointing will come, അഭിഷേകം വരുമ്പോൾ nations will know that you are being called by God. അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ എന്ന ദേശം അറിയുവാൻ ഇടയാകും. Your problem, your suffering, your disease, whatever you are facing tonight will know, no, there is an end to it because this man is being anointed by God. അവൻ നിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വൈഷമ്യങ്ങളും എന്തുമാവട്ടെ, ഒരഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ രാജ്യം മുഴുവനും നീ പ്രസിദ്ധനായി തീരുകയാണ്. Now the Bible says about this story that David and all his mighty men, they are coming back to Ziklag, their house. അവൻ ദാവീദ് പ്രസിദ്ധനായിരുന്നു, ശക്തനായിരുന്നു. പക്ഷേ സിക്ലാഗിൽ അവന് സംഭവിച്ച പരാജയമാണ് ഇവിടെ കാണുന്നത്. And when they are coming back to their house, they are thinking that we will go to our house, we will meet our children, we will meet our wife, we will rest in our house, but something different happened that day. സിക്ലാഗിലേക്ക് അവർ കടന്നു ചെന്നപ്പോൾ പ്രതീക്ഷിച്ചത് തന്റെ ഭാര്യ മക്കൾ ഓടുകൂടെ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം. പക്ഷേ കണ്ടുമുട്ടിയത് നേരെ തിരിച്ച് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. When they came to Ziklag, the Bible said the Ziklag was burned down, and everything that David and the team had, everything was burned down, everything was destroyed, family was captured, and Ziklag was turned to ashes, Bible says. ദാവീദിന്റെ കൂട്ടരും പാർത്തിരുന്നതായ സിക്ലാഗ് പട്ടണം ആളുകൾ തീവച്ച് കൊന്ന് ചുട്ടുകളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ദാവീദിന്റെ സകല സമ്പത്തുകളെയും അവർ അപഹരിച്ചു കൊണ്ടുപോയി. Now whatever David has earned in his life, whatever David has had in his life, everything was been captured and destroyed
destroyed and the things have turned into ashes. ദാവീദിന്റെ ജീവിതത്തിൽ ഇത്രയും കാലം നേടിയ സകല നേട്ടങ്ങളുമാണ് ഇവിടെ ചാരമായി വെന്ത് വെണ്ണീറാകുവാനിടയായത്. Tonight maybe one of you are standing in Ziklag of your life. ജീവിതത്തിന് സിക്ലാകുമായി ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Maybe your finances, your family, your children, your marriage have turned to a point of Ziklag where everything is finished. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സാമ്പത്തിക തലമുറകളൊക്കെ സിക്ലാഗിനെ പോലെ ചാരമായി തീർന്ന അവസ്ഥയാവാം. But I have a news for you. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളോടൊരു ദൂതുണ്ട്. The God of David is still alive. ദാവീദിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. The God of David turned his defeat into triumph. Hallelujah. അവൻ ദാവീദിന്റെ ദൈവം പരാജയത്തെ ജയമാക്കി So മാറ്റുന്നവനാണ്. same God will turn your defeat into triumph tonight. ദാവീദിന് Hallelujah. ജയം നൽകിയ ദൈവം നിനക്കും ജയം നൽകുവാൻ ശക്തനത്രേ. Ziklag is a place of defeat. Hallelujah. സിക്ലാഗ് പരാജയത്തിന്റെ സ്ഥാനമാണ്. Ziklag was a place where Joseph found himself in the pit. അവൻ ജോസഫ് കാരാബ് കുഴിയിൽ വീണുകിടന്ന സ്ഥലമാണ്. There was no way out and people were ready to kill him. അവനെ കൊല്ലുവാൻ ആളുകൾ കാത്തിരിക്കുന്ന സമയം രക്ഷപ്പെടുവാൻ പഴുതില്ലാത്ത വേദി. But praise God, God delivered Joseph out of the pit. Hallelujah. പക്ഷേ യോസേഫിനെ ആ സിക്ലാഗിൽ നിന്ന് രക്ഷിച്ച ഒരു ദൈവമുണ്ട്. Ziklag is a place when Shadrach, Meshach, Abednego went in the fiery furnace. അവൻ ശദ്രക മെശക്ക് അബേദ്നെഗോ വീണ തീച്ചൂളയെ സിക്ലാഗായി ഞാൻ When the പറയുന്നത്. flames were ready to just overtake them and just destroy them forever. അഗ്നി അവരെ ദഹിപ്പിക്കുവാൻ കാത്തു നിൽക്കുന്ന സമയം. But God of Shadrach, Meshach, Abednego turned the Ziklag into great victory. Hallelujah. അവൻ പക്ഷേ ആ അഗ്നി ജ്വാലയുടെ നടുവിൽ വിജയം നൽകിയ ദൈവം ഇന്ന് രാത്രി നമ്മുടെ ദൈവമാണ്. Ziklag is a place where King Daniel, the prophet of God, went in the lion's den. അവൻ ദാനിയേൽ വീണ സിംഹഗുഹ ജീവിതത്തിന്റെ ഒരു സിക്ലാഗാണ്. Where all the lions were hungry and ready to devour and kill that man. വാസ്തവത്തിൽ വിശന്നു പൊരിഞ്ഞു നിൽക്കുന്ന സിംഹം അവൻ ദാനിയേലിനെ കൊന്ന് തിന്നുവാൻ തയ്യാറാണ്. This old prophet at the age of 100, he's going in the tomb where all the lions are there. അവൻ അവിടെയുള്ളതായ സിംഹങ്ങളെല്ലാം വിശന്നിരിക്കുകയാണ്. It was a point of Ziklag where Daniel would have been killed and destroyed. വാസ്തവത്തിൽ ദാനിയേലെ പഠിപ്പിച്ച ചീന്തപ്പെടുന്നത് But കാണുവാൻ again, സാധ്യത. God of Daniel came and rescued Daniel from the mouth of the lions. പക്ഷേ Hallelujah. സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ച ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ ദൈവമാണ്. When God of Daniel was present, the lion were not able to open their mouth. ഓ Hallelujah. ദാനിയേലിനോട് കൂടെ സിംഹഗുഹയിൽ ഉണ്ടായിരുന്ന ദൈവസിംഹത്തിന്റെ വായ അടയ്ക്കുവാൻ ഇടയായെങ്കിൽ Not because their mouth was closed by the rope. അവൻ രാജാവ് അവന്റെ സിംഹത്തിന്റെ വായ മനുഷ്യരാരും അടച്ചതല്ല. Because their mouth was shut by God. ദൈവം Hallelujah. തന്നെ സിംഹത്തിന്റെ വായ അടച്ചു. They received the order from God. Don't open your mouth. Hallelujah. ദൈവത്തിൽ നിന്നും അവർ കൽപ്പന ഏറ്റെടുത്തു. Tonight maybe you are disappointed in your life. നിന്റെ ജീവിതം നിരാശയിലാണ്. Maybe you are frustrated in your life. ഇന്ന് രാത്രി നീ തകർച്ചയിലാണ്. Maybe you are at a time when you are facing death in your life. ജീവിതത്തിൽ മരണത്തെ Maybe your dreams have died. Hallelujah. അവൻ ജീവിതത്തിൽ തകർന്ന Maybe your future has died. Hallelujah. ജീവിതത്തിന്റെ ഭാവി But I am നിരാശ. here to tell you on this day that God can turn your defeat into triumph. Hallelujah. നിന്റെ പരാജയത്തെ ജയമാക്കുന്ന ദൈവം Because ജീവിക്കുന്നു. nothing means nothing and nothing is impossible with God. അത് നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. And the Bible says the whole place was burned, was on fire, and everything was turned to ashes. നാം ഇവിടെ കാണുന്നു എല്ലാം നശിച്ചു, ചാരമായി തീർന്നു. And the Bible says David and all his mighty men, when they saw the smoke, their hearts started shaking. And when they went to that place, the Bible says all men were crying. Hallelujah. നാം ഇവിടെ കാണുന്നു ദാവീദും പരാക്രമികളായ തന്നോടുകൂടിയുള്ള വീരന്മാരും ഈ സിക്ലാഗ് വെന്ത് വെണ്ണീറായി കിടക്കുന്നത് കണ്ടപ്പോൾ അവർ ഹൃദയം തകർന്ന് The Bible says all the 30 men of God, when they saw the things have turned to ashes, they were crying and crying that day. അവർ ഒരുമനപ്പെട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. ശക്തന്മാർ നിലവിളി മുഴക്കിയ സ്ഥലം. They were not the weak people, but they were the strong people. അവർ ബലഹീനരായിരുന്നില്ല, വീരന്മാരായിരുന്നവർ. The Bible says one of the mighty men of David, his name was Joshua-Shibat. അവൻ നാം വേദപുസ്തകത്തിൽ ദാവീദിനെ കുറിച്ച് ദാവീദിന്റെ വീരന്മാരുടെ ഒരു കൂട്ടത്തിൽ യോശിബാ എന്നൊരു And the പേരുണ്ട്. Bible says he raised his spear against 800 people and killed them in one encounter. അവൻ വാസ്തവത്തിൽ കുന്തം കൊണ്ട് 800 പേരെ കൊന്നുകളഞ്ഞ വീരൻ. It was not the sword, but it was just a spear that he killed 800 people.
അവനത് വാളായിരുന്നില്ല, കുന്തം കൊണ്ട് 800 പേരെ താൻ കൊന്നുകളഞ്ഞു. You need not sword, you just need anointing from the Lord and you will be victorious in your life. ഞാൻ പറയട്ടെ, വാള് കൊണ്ടല്ല യുദ്ധമുണ്ട്, വിജയമുണ്ടാവുന്നത് അഭിഷേകം കൊണ്ടാണ് ജയം. Another anointed man was Eleazar. എലിയാസർ എന്ന മറ്റൊരു അഭിഷേകൻ. When the people came and attacked Israel, everybody ran, but Eleazar was standing. ആമേൻ. നാം കാണുന്നു, ജനത്തെ ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ എല്ലാവരും ഓടിപ്പോയി. Everybody എലിയാസർ ran. നേരെ നിന്നു. Everybody was running in fear that we cannot face this army, but the Bible says Eleazar lifted the sword that day. നാം Hallelujah. കാണുന്നു, എല്ലാവരും ഭയചകിതരായി ഓടുമ്പോൾ എലിയാസർ വാള ഏറ്റെടുത്തു. Again, the man who is being anointed, he will not run, but he will lift the word of God and face the game. Hallelujah. അഭിഷക്തൻ പരാജയപ്പെട്ട് ഓടുന്നവനല്ല, അവൻ വിജയത്തിനായി പേര് മുഴക്കുന്നവൻ. Today so many people are running from their life. They have given up their faith because they are seeing giants and the problems. But you, if you will lift the sword, God will give you great victory. ഇന്ന് രാത്രി പറയട്ടെ, അഭിഷക്തന്മാരായവർ ആരും ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ടവരല്ല. ശത്രുവിനെ വെല്ലുവിളിയോടെ നേരിടുവാൻ അഭിഷേകം ജ്വലിപ്പിക്കട്ടെ. And the Bible says Eleazar moved the sword and his hand was frozen to the sword and he started killing and killing till the Lord gave him victory. Hallelujah. നാം അവിടെ കാണുന്നു, അവന്റെ കൈ വാളോട് പറ്റിയിരുന്നു. യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. വിജയം പ്രാപിക്കുവോളം അവർ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. The meaning is even the mighty people one day they will cry. ആമേൻ. ഞാൻ പറയട്ടെ, വീരന്മാര് പോലും ഒരു ദിവസം കരയും. Even the rich man of this world, one day he will cry. ആമേൻ. ഈ ലോകത്തിലെ ഏറ്റവും ധനികരെന്ന് നിങ്ങൾ കരുതുന്നവരും കരയുവാൻ ഇടയാവുന്ന സമയമുണ്ട്. The strong man on this earth, one day he will cry. ഈ ലോകത്തിലെ ഏറ്റവും ബലിഷ്ഠൻ എന്ന് കരുതുന്നവരും കരയുവാൻ ഇടവരും. No matter who it is, but one day a person has to cry and cry and cry. മനുഷ്യരാണോ പരാജയം ജീവിതത്തിൽ അഭിമുഖീകരിച്ച് മതിയാകൂ. There are so many people around the world, they are crying because nothing is there in their life. ആമേൻ. ജീവിതത്തിൽ വിജയം പ്രാപിക്കുവാൻ കഴിയാതെ പരാജയത്തിന് മുമ്പിൽ കരയുന്നവരാണ് മനുഷ്യരെല്ലാവരും. Some are crying for the healing, some are crying for the sickness, some are crying for the prosperity, some are crying for the children. ആമേൻ. നമുക്കറിയാം, ലോകത്തിൽ എവിടെ നോക്കിയാലും സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി കരയുന്ന ജനത്തെയാണ് കാണുന്നത്. Bible says even the people of God at the time they were crying. ആമേൻ. ദൈവജനവും പല സമയങ്ങളിൽ കരഞ്ഞിട്ടുണ്ട്. Even David was crying that day. ദാവീദും ആ ദിവസം കരഞ്ഞു. But I praise God that God is a God who will turn our wailing into dancing. ഞാൻ Hallelujah. പറയട്ടെ, നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. There is no hope for this world, but there is a hope for the child of God. ഈ ലോകത്തിന് ഒരു ഭാവി പ്രത്യാശയില്ലായിരിക്കും, പക്ഷെ ദൈവ പൈതൽ ഒരു പ്രത്യാശയുണ്ട്. The world will perish in the darkness, but the children of God will see light. Hallelujah. ആമേൻ. ലോകം നശിക്കുവാൻ തുടങ്ങുമായിരിക്കാം, പക്ഷെ ദൈവ പൈതൽ ഒരു പ്രത്യാശയുള്ളവരാണ്. The Bible says that it is God who will turn my tears into songs of joy. വചനത്തിൽ നാം കാണുന്നു, അവൻ എന്റെ കണ്ണുനീരിനെ അവൻ സന്തോഷമാക്കി തീർത്തു. Maybe tonight you are crying for your future or for your life, but I want to tell you, it is God and it is God and it is God and it is God who can turn your tears into songs of ഇന്ന് joy. രാത്രി കണ്ണുനീരോടെ വന്നിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് നിങ്ങളോടാണ് പറയുവാനുള്ളത്, നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കുന്ന ദൈവം. You need not look to Hallelujah. anyone, just look to God because He is there to transform you. നിങ്ങൾ ഒരു മനുഷ്യരെയല്ല നോക്കേണ്ടത്, വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തെ നോക്കുക. The Bible says because of the pain and the sorrow, everybody was bitter in heart. അവിടെ നാം കാണുന്നു, വേദന കൊണ്ട് എല്ലാവരും കരയുവാൻ തുടങ്ങി. And at the time they were bending down and they were seeing the ashes, at the time they said, let's kill and let's stone David. ആമേൻ. നാം ഇവിടെ കാണുന്നു, ആമേൻ. ഈ ചാരം കണ്ടു കഴിഞ്ഞപ്പോൾ ജനം പറയുവാൻ തുടങ്ങുകയാണ്, നമുക്ക് ദാവീദിനെ കൊന്നുകളയാം. At the time everybody said, no, oh, this is because of David, our family has gone, this is because of David, that something has happened, let's stone him, let's kill him, let's destroy him. Hallelujah. അവര് പറയുവാൻ തുടങ്ങി, നമുക്ക് ഈ നഷ്ടമെല്ലാം ഉണ്ടായത് ദാവീദ് നിമിത്തമാണ്, അവനെ പിടിക്കുക, കൊല്ലുക. Who are they? They were the best friend of David. ശ്രദ്ധിക്കുക, അവരെല്ലാവരും ദാവീദിന് ഏറ്റവും അടുത്ത സ്നേഹിതരാണ്. They were ready to die for David. ദാവീദിന് വേണ്ടി ചാകുവാൻ തയ്യാറായിരുന്നവർ. They praised David that Saul has killed 1,000, but David has killed 10,000. അവരാണ് ചില നാളുകൾക്ക് മുൻപേ പാടിയത്,
ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 But when കൊന്നു. the problem came, everybody speaking against him. എന്നാൽ Hallelujah. പറയട്ടെ, പ്രശ്നം വന്നപ്പോൾ അവരെല്ലാം തിരിച്ചു പറയാൻ തുടങ്ങി. Everybody saying he's not of good use. Hallelujah. അവർ പറയാൻ തുടങ്ങി, ഇവനെ കൊണ്ട് ഒരു Because പ്രയോജനവുമില്ല. of him we have lost the family. Everybody has come against him. Hallelujah. ആളുകൾ നമുക്കുമെതിരെ തിരിയും. Maybe tonight people are talking wrong about ഇന്ന് you. രാത്രി ആളുകൾ നിന്നെ കുറിച്ച് Maybe your children are talking wrong about you. സഹോദരങ്ങൾ, Maybe the things are not going in your favor and the people are pointing you because of you. നീ നിമിത്തമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ആളുകൾ പറയുന്നുവോ? And when everybody was talking against David, ദാവീദിനെ കുറിച്ച് എല്ലാവരും വിപരീതമായി സംസാരിച്ചു. but God of David was not against him. പക്ഷേ Hallelujah. ദാവീദിന്റെ ദൈവം ദാവീദിനെതിരായില്ല. God of David was standing with him. Hallelujah. ദാവീദിന്റെ ദൈവം ദാവീദിനോട് കൂടെ നിന്നു. God was faithful to David at that time. Hallelujah. എല്ലാവരും ദാവീദിന് വേണ്ടി നിൽക്കുമ്പോൾ God was not leaving David at that time. ദൈവം Hallelujah. കൈവിട്ടില്ല. David was going through the valley of death. Hallelujah. ദാവീദ് മരണത്തിന് David has lost his family and the children. Hallelujah. ദാവീദിന്റെ ഭവനം The നഷ്ടപ്പെട്ടു. best friends are coming against and saying, kill him. Hallelujah. ആളുകൾ പറയാൻ തുടങ്ങി, അവനെ But കൊല്ലുക. at that time, the God of David was standing with him. Hallelujah. അവനെന്നാൽ ദാവീദിന്റെ ദൈവം കൂടെ He was നിന്നു. saying, fear not, my child. Transformation will come. അവൻ നിരാശയും ദൈവമൈതൽ ഉണ്ടായേക്കാം. The word of God declares like this. അവൻ ദൈവം പറയുകയാണ്, That he is a friend that sticks closer than the brother. അവൻ സ്നേഹിതനേക്കാൾ അടുത്ത സ്നേഹിതനുണ്ട്. He is a friend that will never leave you. അവൻ നിന്നെ Hallelujah. ഒരിക്കലും കൈവിടുന്നവനല്ല. Tonight, if you are like David in your life, അവൻ നിന്റെ ജീവിതത്തിൽ ദാവീദിനെ I പോലെ want to tell you, people of ഇന്ന് God, രാത്രി പറയട്ടെ, God is with you. Hallelujah. God is with you. Hallelujah. God is with you. Hallelujah. God is with you. ദൈവം നിന്നോട് Hallelujah. കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, The ഹല്ലേലൂയ. Bible said, somebody said like this, when everybody walks out of the door, at that time Jesus walked into the door. Hallelujah. എല്ലാവരും നിന്നെ വിട്ട് വാതിലിന് പുറത്തു പോകുമ്പോൾ എന്റെ ദൈവം നിനക്ക് ഓടുകൂടെ വാതിലിനകത്തേക്ക് വരുന്നവനാണ്. When everybody will go, Jesus will come in. എല്ലാവരും നിന്നെ Hallelujah. വിട്ട് കളയുമ്പോൾ യേശു നിന്നോട് കൂടെ വരുന്നവനാണ്. Because at that time you will know only Jesus is closer. Only Jesus is ready to walk with you. Hallelujah. അപ്പോഴാണ് നിനക്ക് മനസ്സിലാകുന്നത് യേശു മാത്രമേ എന്നും കൂടെ ഇരിക്കുകയുള്ളൂ. The Bible says when everybody was upset in that time, David did the first thing. Hallelujah. അവരെല്ലാവരും തന്നെ കൈവിട്ടപ്പോൾ, അവരെല്ലാം നിരാശയിലായപ്പോൾ ദാവീദ് ചെയ്ത കാര്യം, When everybody was cursing David, the Bible says David went and started strengthening himself in the Lord. ആമേൻ. നാം അവിടെ കാണുന്നു, ഒന്നാമത് ദാവീദ് ചെയ്തത് ദൈവത്തിൽ തന്നെ ബലപ്പെടുത്തുവാൻ തുടങ്ങി. Oh, David was not crying, but David started memorizing the word of ആമേൻ. God. ദാവീദ് കരയുവാൻ തുടങ്ങുകയല്ല, തന്നോടുള്ള വാഗ്ദത്ത വചനങ്ങൾ ഓർക്കുവാൻ തുടങ്ങി. When everybody was saying your children are dead, your wife is dead, oh, you are not a good king, we will kill you. At that time he was saying, God is my hope. ആമേൻ. Hallelujah. ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ, മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ, കൂട്ടുകാരെല്ലാം എതിരായപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ When ബലപ്പെട്ടു. people were against David, at the time he was meditating and he's saying, the Lord is my life and he is my salvation. Hallelujah. അവൻ പറയുവാൻ തുടങ്ങി, ദൈവം എന്റെ വെളിച്ചം, അവൻ എന്റെ രക്ഷയുമാണ്. You, when God is with me, I can sail a mountain. അവൻ ദാവീദ് പറയുന്നു, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പർവ്വതത്തെ He കീഴടക്കാം. knew when God is with me, I will destroy the enemy. അവൻ ശത്രുവിനെ കീഴടക്കാം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ. David not stopped and he started persevering. ദാവീദ് നിർത്തിയില്ല, യാത്ര തുടരുകയാണ്. And after that, he went into the battlefield. അവൻ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. The fifth thing the Bible says, he turned his defeat into triumph. He fought the battle. അവൻ പരാജയത്തെ ജയമാക്കുവാൻ ദാവീദ് ചെയ്ത അഞ്ചാമത്തെ കാര്യം, അവൻ യുദ്ധം ചെയ്തു. His family, his wife is being captured. അവന്റെ ഭാര്യ, മക്കളെല്ലാം പിടിക്കപ്പെട്ടവർ. His children are being captured. അവന്റെ കുഞ്ഞുങ്ങൾ പിടിക്കപ്പെട്ടുപോയി. All the men are bitter in spirit. അവന്റെ സ്നേഹിതർ എതിരാളികളായി മാറി. 200 of them, they have left him. അവൻ കൂടെ ഇറങ്ങിയ 200 പേർ But വിട്ടുപോയി. look at the man, he is lifting the sword in the name of Jesus. എന്നാൽ ആ ദൈവ മനുഷ്യൻ തന്റെ കയ്യിലുള്ള വാള് He's ദൈവനാമത്തിൽ lifting, ഉയർത്തിപ്പിടിച്ചു. lifting the sword in the name of God. അവന്റെ Hallelujah. കയ്യിലുള്ള വാള് ദൈവത്തിന്റെ നാമത്തിൽ ഉയർത്തിപ്പിടിച്ചു. He said to himself, when I was 17, I have now
sword, but I raised the stone in his name and he gave me victory. അവൻ Hallelujah. പറയാൻ തുടങ്ങി 17-ാമത്തെ വയസ്സിൽ ശത്രുവിനെ കൊല്ലുവാൻ വാളില്ലാതിരുന്നു, പക്ഷെ എന്റെ കയ്യിലെ കല്ല് ഉപയോഗിച്ച ഒരു When I was ദൈവം. a small boy, he gave me strength in my hand. I killed the bear and the lion with the bare hand. ഒരായുധവും ഇല്ലാതെ എന്നെ പിന്തുടർന്ന കരടിയെയും സിംഹത്തെയും പിടിച്ചു കയറുവാൻ എനിക്ക് ബലം തന്ന Or ദൈവം. maybe with that weak hand, he raised the sword and he said, let's fight it. Hallelujah. ഒരു പക്ഷെ ബലഹീനമായ കരത്തിലാണെങ്കിലും അവൻ വാളെടുത്തോണ്ട് പറഞ്ഞു, യുദ്ധം യഹോവയ്ക്കുള്ളത്. And David started using the sword that day. അവന്റെ കയ്യിലെ വാള ചലിക്കുവാൻ തുടങ്ങി. And at the time, the Holy Spirit came and jumped over that man. ആത്മാവിൽ അവൻ ശക്തിപ്പെട്ടു. Now David is not weak. Hallelujah. ദാവീദ് ഇപ്പോൾ ബലഹീനനല്ല. But there is an extra energy in his life. അവന്റെ കയ്യിൽ ഒരു Hallelujah. അസാധാരണ He's ശക്തി. being controlled by the power that is from above. അവന്റെ മേൽ ഒരു Hallelujah. അസാധാരണ ശക്തി. He's killing the people. ശത്രുവിനെ Hallelujah. He's തകർത്തു. killing the people. ശത്രുവിനെ Hallelujah. തകർത്തു. He's jumping and killing them. അവൻ ശത്രുവിനെ Hallelujah. ജയത്തോടെ Because now പിന്തുടർന്നു. God is fighting on his behalf. അവനോട് കൂടെ Hallelujah. Tonight ദൈവമുണ്ട്. God will fight for you. അവനോട് യുദ്ധം Hallelujah. Oh, He ചെയ്യും. will hold your hand and He will fight. ദൈവത്തിന്റെ കരം He അവന്റെ will hold your tongue and He will fight. ദൈവം He അവനോട് will കൂടെ. hold your mind and He will fight. അവന്റെ യാത്രയിൽ കൂടെ ഇരുന്ന ദൈവം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. David started fighting that day. ദാവീദ് പരാക്രമിയായി യുദ്ധം തുടർന്നു. He started in the evening and now it is the evening. ഓ, Hallelujah. ഈ സായങ്കാല വേള മുതൽ രാത്രി വരെ യുദ്ധം തുടർന്നു. 24 hours have been gone. ഏതാണ്ട് 24 മണിക്കൂർ നിർത്താത്ത യുദ്ധം. Killing and killing and ആമേൻ. killing. ശത്രുവിനെ കീഴടക്കുന്നു, തകർക്കുന്നു, വീഴ്ത്തുന്നു. And the Bible says like this. വചനം ഇങ്ങനെ പറയുന്നു, After the war, യുദ്ധത്തിന് ശേഷം, after the battle, യുദ്ധത്തിന് ശേഷം David recovered everything. ഓ, ദാവീദ് Hallelujah. എല്ലാം David വീണ്ടെടുത്തു. recovered everything. ദാവീദ് എല്ലാം Hallelujah. വീണ്ടെടുത്തു. When the child of God will fight, he will recover everything. ഓ, ദൈവ Hallelujah. പൈതലിന്റെ യുദ്ധം വിജയത്തിന്റെ യുദ്ധമാണ്. Maybe you have lost your joy. Maybe devil has taken your peace. He has taken your life. He has taken your money. But it's the time to lift the sword because God will give you everything. Hallelujah. സമാധാനമോ സന്തോഷമോ അനുഗ്രഹങ്ങളോ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, ദൈവവചനമെന്ന് വാളെടുക്കുക, വിജയം നിശ്ചയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. David recovered all that day. Hallelujah. ദാവീദ് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തു. Oh, whatever when David saw the wife, he was very happy. ദാവീദിന് Hallelujah. നഷ്ടപ്പെട്ട ഭാര്യയെ വീണ്ടുകെട്ടിയപ്പോൾ എത്രയോ He സന്തോഷം. saw the children are coming and running to him and saying, Daddy, Daddy. ആമേൻ. ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് മക്കൾ തന്നെ പിന്തുടരുന്ന സന്തോഷം. Not a single pie was being lost. ഓ, Hallelujah. തനിക്ക് ഉണ്ടായിരുന്ന ഒരു എല്ലാം നഷ്ടവും താൻ നികത്തിയെടുത്തു. At that time, the David was praising God. ഓ, ആ സമയം ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തിന് മഹത്വം He കൊടുത്തു. started saying, Great is the Lord and most worthy to be praised, and no one can fathom His greatness. ആമേൻ. ദാവീദ് പറയാൻ തുടങ്ങി, ഈ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. He was worshiping God. ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. David was coming back to Ziklag now. ആമേൻ. ഇപ്പോൾ ഇതാ സിക്ലാഗിലേക്കുള്ള ദാവീദിന്റെ David is മടക്കയാത്ര. coming back to his Ziklag now. സിക്ലാഗിലേക്കുള്ള മടക്കയാത്ര. He went out of Ziklag with tear and fear. കണ്ണുനീരോടും ഭയത്തോടും കൂടെയാണ് സിക്ലാഗ് വിട്ടുപോയത്. But now he's coming with rejoicing back to Ziklag. എന്നാൽ Hallelujah. സിക്ലാഗിലേക്ക് അവൻ മടങ്ങി വരുന്നത് ജയത്തോടും The സന്തോഷത്തോടും. time was there when his family was been captured and was being taken away. അവന്റെ കുടുംബം ഒരു കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു, തലമുറകൾ But നഷ്ടപ്പെട്ടിരുന്നു. look now, David is coming back to Ziklag with his family and his children. എന്നാൽ Hallelujah. ഇപ്പോൾ ദാവീദ് സിക്ലാഗിലേക്ക് വരുന്നു, നഷ്ടപ്പെട്ടതിനെ നേടിക്കൊണ്ട്. A time was there when everybody at the Ziklag were saying, kill him and destroy him. ദാവീദിനെ കൊല്ലുക എന്ന് സ്നേഹിതരെ പോലും പറഞ്ഞ സമയത്താണ് സിക്ലാഗ് തന്നെ വിട്ടത്. Now everybody is coming and coming to Ziklag and singing, long live King David. ഇപ്പോൾ Hallelujah. അതേ ആളുകൾ പാടുകയാണ്, രാജാവ് നീണാൾ വാഴട്ടെ. Whatever was turned to ashes, not only that David recovered, but he has brought extra wealth in Ziklag. അവൻ Hallelujah. വാസ്തവത്തിൽ ദാവീദിന് നഷ്ടപ്പെട്ടത് മാത്രമല്ല, മറ്റുള്ളതും ദാവീദ് വീണ്ടെടുക്കുവാനിടയായി. Sometime back there was a cry, there was a murmuring, there was a bitter spirit in Ziklag. But see now, everybody is dancing, everybody is rejoicing, everybody is praising God. God has turned the defeat into triumph. Hallelujah.
ചില മണിക്കൂർ വരെ സിക്ലാഗ് നിരാശയിലും കണ്ണുനീരിലും പിറുപിറുപ്പിലുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, സിക്ലാഗ് ആഘോഷിക്കുകയാണ്. Tonight God can change your situation. ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യം, നിന്റെ സാഹചര്യം, Tonight God can change your Ziklag. Hallelujah. സിക്ലാഗിനെ ദൈവം മാറ്റി. Maybe people are talking wrong about you. ആളുകൾ നിന്നെ കുറിച്ച് Maybe you have lost your money in your life. നിന്റെ ജീവിതത്തിൽ നഷ്ടം. Maybe in your Ziklag, your house, there is no joy and peace. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ല. Maybe there is no prosperity. അഭിവൃദ്ധി നഷ്ടപ്പെട്ടു. But tonight I want to tell you, the same God will give you victory. Hallelujah. ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ളത്, ജയം തരുന്നവൻ കൂടെയുണ്ട്. Hallelujah. 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 The Bible says David recovered everything. വചനം പറയുന്നു, ദാവീദ് എല്ലാം. That you have to strengthen yourself in the Lord. വ്യക്തിപരമായി ഒന്ന് ദൈവത്തിൽ ശക്തിപ്പെടുക. That you have to pray in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. You have to inquire, God, are you coming? I will wait till you come. ആമേൻ. മൂന്നാമത് ദൈവഹിതം അന്വേഷിക്കുക, ദൈവത്തോട് കൂടെ You have പിന്തുടരുക. to persevere. ആമേൻ. ശത്രുവിനെ പിന്തുടരുക. And finally, അഞ്ചാമത് you have to fight the battle. Hallelujah. യുദ്ധം ചെയ്യുക. Fight the battle. Hallelujah. യുദ്ധം ചെയ്യുക. Lift that sword up. Hallelujah. ആമേൻ. വാൾ കയ്യിലെന്തുക. And fight it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ The Holy Spirit will empower you. ആമേൻ. ആത്മാവിനെ The presence of God will touch you. ദൈവസാന്നിധ്യത്തിനെ And സ്പർശിക്കും. you will recover all. നഷ്ടമെല്ലാം വീണ്ടെടുക്കും. Tonight, ഹല്ലേലൂയ. ഇന്ന് രാത്രി if you are facing Ziklag in your life, നിങ്ങൾ സിക്ലാഗ് അഭിമുഖീകരിക്കുന്നവരാണെങ്കിൽ, today God will deliver you. ദൈവം നിങ്ങളെ വിടുവിപ്പാൻ I ആഗ്രഹിക്കുന്നു. will request everyone to stand up right now. ഇന്ന് രാത്രി ദീർഘിപ്പിക്കുന്ന എല്ലാവരും അതത് സ്ഥാനത്ത് എഴുന്നേറ്റ് I will നിൽക്കുക. request everyone to stand up. എല്ലാവരും അതത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കുക. And we will be praying tonight. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. As my friend will be singing a song. എന്റെ ഈ സ്നേഹിതൻ കൊയർ ഒരു പാട്ട് പാടുമ്പോൾ, If any of you are facing problems in your life, ജീവിതത്തിൽ വചനം കേട്ടതുപോലെ പ്രശ്നങ്ങളിലൂടെ കടന്നു if you are പോകുന്നവരുണ്ടെങ്കിൽ, facing a struggle in your life, ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, if you are in your Ziklag, നിന്റെ ജീവിതത്തിന് സിക്ലാഗിലൂടെയാണ് നീ you ആയിരിക്കുന്നതെങ്കിൽ, come forward, I will be praying for you. ദയവായി ധൈര്യത്തോടെ വിശ്വസിച്ച് മുന്നോട്ട് വരിക. There's ഞാൻ an open പ്രാർത്ഥിക്കാം. invitation for everybody. ആമൻ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ And സമയമില്ല. after this prayer, I will not pray for anyone. ആമൻ. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ആർക്കും പ്രാർത്ഥിക്കുകയില്ല. No personal prayer will be offered. ആമൻ. ദയവായി വ്യക്തിപരമായി പിന്നീട് വരരുത്. But if you are coming right now, I will be praying for you. ആമൻ. ഇപ്പോൾ മുൻപോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്കായി I പ്രാർത്ഥിക്കും. want to tell you, God is your hope. ഞാൻ പറയട്ടെ, ദൈവം നിന്റെ പ്രത്യാശ. Tonight, God can turn your defeat into triumph. നിന്റെ പരാജയത്തെ ജയമാക്കുവാൻ ദൈവം ഇവിടെയുണ്ട്. Only one thing you have to do is to come and surrender your life. ആമൻ. ഒരു കാര്യം ചെയ്യുക, ജീവിതത്തെ ദൈവസ്ഥനിൽ സമർപ്പിച്ചു So കൊടുക്കുക. right now, come forward. ആമൻ. ധൈര്യത്തോടെ മുൻപോട്ട് വരുവാൻ If you are in തുടങ്ങുക. your Ziklag, ആമൻ. ജീവിതത്തിന് സിക്ലാഗിലാണോ, God will bring a great victory in your life. ദൈവം വിജയം നൽകും നിശ്ചയം. Let's worship the Lord. ഒരുമിച്ച് ചേർന്ന് പാടി ജനം ആരാധിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് താല്പര്യമുള്ളവർ മുൻപോട്ട് വന്നാട്ട് ദൈവഭൃത്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബാക്കിയുള്ള ആരും നിർവിചാരികളായിരിക്കാതെ എല്ലാവരും ചേർന്ന് ആത്മാവിൽ പാടി കർത്താവിനെ സ്തുതിക്കുക. വോളണ്ടിയേഴ്സ് ജനത്തെ ക്രമീകരിക്കുക. ഹല്ലേലൂയ. ഓ ആയിരം നാവുകൾ ഹല്ലേലൂയ. അതു ചേർന്ന് പാടി ഒരുമിച്ച് വർണ്ണിപ്പതിൻ ആരാധിക്കാം. ആമേൻ. ആയിരം നാവുകളാൽ അതു വർണ്ണിപ്പതിൻ എഴുതോ. 10,000 ഹല്ലേലൂയ. ചേർന്ന് പാടുക. Give an altar call. Give a slow song. ഹല്ലേലൂയ. 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 ഓ യേശുവിന്റെ നാമത്തിൽ ജയം. ഓ ഹല്ലേലൂയ. ആരാധന ശാന്തമായ ഒരു ധ്യാനം. ആരാധന ആരാധന. Tonight, God knows your pain. ദൈവം നിന്റെ പരാജയം അറിയുന്നു. വിശ്വാസം As you will be coming forward, God will turn your defeat into triumph. വിശ്വാസത്തോടെ മുൻപോട്ട് വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. As the people have come forward, വന്നുകൊണ്ടിരുന്ന ജനം, I want you just to lift up your hands and pray to God. ദയവായി കണ്ണുകളെ അടച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. And I give opportunity to the people. If you want to come forward, you can come forward. ആമേൻ. അവിടെ നിൽക്കുന്നവർ ഇനിയും ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ മുൻപോട്ട് വരുവാൻ
അത്ഭുതങ്ങൾ കൂടിയുണ്ട്. In the meantime, my friend will sing a song. ആമേൻ. ജനം ചേർന്ന് പാടിക്കൊണ്ടിരിക്കട്ടെ, കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഓ ആരാധന 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 ആരാധന. ഓ ആരാധന 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 ആരാധന. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോ ഒരുവൻ. ചേർന്ന് പാടാം. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. ഇത്ര നല്ലവനായ പ്രിയനേ, ഇത്തരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനായ പ്രിയനേ. ജനമെല്ലാം ചേർന്ന് പാടിയാട്ടെ. ഇത്തരയിൽ രുചിച്ചറിവാൻ. ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും മതിയാ. ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും മതിയാ. Thank you, Jesus. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. യേശുവേ നന്ദി. Now I will be praying for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Now nobody is allowed to come in between as I will be praying for this ആമേൻ. people. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും ആരും ഇങ്ങോട്ട് വരുവാൻ I will തയ്യാറാവരുത്. not pray for anyone after this prayer now. ആമേൻ. ഇതിനു ശേഷം ആർക്കെങ്കിലും വേണമെങ്കിൽ പിന്നെയും പ്രാർത്ഥിക്കാം. But right now I will be praying for all these precious people. ആമേൻ. ഈ വിലപ്പെട്ട ജനത്തിനു വേണ്ടിയാണ് മാത്രമാണ് ഞാൻ ഇപ്പോൾ And പ്രാർത്ഥിക്കുന്നത്. just believe that whatever situation you are, God will turn it. ആമേൻ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങളെ അത് വിടുവിപ്പ് God പ്രാർത്ഥിക്കുവാൻ will turn ദൈവം അത് വ്യത്യാസപ്പെടുത്തും. God will turn it. ദൈവം അത് ചെയ്തെടുക്കും. Thank you, Jesus. യേശുവേ നന്ദി. യേശുവേ നന്ദി. Thank you, Jesus. Hallelujah. ഹല്ലേലൂയ.